നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ന്യൂസ് തിയേറ്ററിലേക്ക്. ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുൽവാമയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന് സൈന്യം നൽകിയ തിരിച്ചടിയാണ്. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ന് പുലർച്ചെ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ 300ഓളം ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് സൈന്യം അറിയിക്കുന്നത്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട മസൂദ് അസറുമായി ബന്ധമുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് സൈന്യം അറിയിക്കുന്നു. സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമായി തന്നെയാണ് ഇത് കാണപ്പെടുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വലിയ പ്രാധാന്യത്തോടെ ഇത് വാർത്തയായി വരികയും ചെയ്തിട്ടുണ്ട്. പുൽവാമയിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയാണ് CRPFന്റെ പോലീസുകാർ 42 പേരെ കൊലപ്പെടുത്തിയത്. അതേ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകര ക്യാമ്പുകളിലാണ് ആക്രമണം നടത്തിയത് എന്നാണ് സൈന്യം അറിയിക്കുന്നത്. അതിൽ 12 മിറാഷ് യുദ്ധവിമാനങ്ങൾ പങ്കെടുക്കുകയും പുലർച്ചെ ഒരു 24 മിനിറ്റ് അരമണിക്കൂറിനകത്ത സമയം കൊണ്ടാണ് അറ്റാക്ക് പൂർണ്ണമാക്കി അവർ മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യം ഔദ്യോഗികമായി തന്നെ അവരുടെ ടെറിട്ടറിയിൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ മിലിറ്ററി ഇടപെടലിനെ, ഇന്ത്യൻ വ്യോമസേനയുടെ ഇടപെടലിനെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്ഥിരീകരിച്ച് അവരുടെ ഒരു ട്വീറ്റ് ചിത്രങ്ങളടക്കമുള്ള ട്വീറ്റ് പുറത്തു വരികയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇന്ത്യൻ സൈന്യത്തിന് വലിയ കയ്യടി കിട്ടുന്നുണ്ട്. ഇന്ത്യൻ സൈന്യം ഈ കാര്യത്തിൽ ഏറ്റവും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെന്ന് ഭരണ പ്രതിപക്ഷ കക്ഷികൾ അടക്കം എല്ലാവരും ഒരു വ്യത്യാസമില്ലാതെ അവരെ അഭിനന്ദിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ എയർഫോഴ്സിനെ സല്യൂട്ട് ചെയ്യുന്നു ട്വീറ്റ് ചെയ്തു. മുൻ പ്രതിരോധ മന്ത്രി AK ആൻ്റണി ഇന്ത്യയുടെ ഇക്കാര്യത്തിലുള്ള മികവിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരികയും ഒക്കെ ചെയ്തു. ഒപ്പം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും ഈ കാര്യത്തിൽ സൈന്യം വളരെ പ്രധാനപ്പെട്ട ചുമതല നിറവേറ്റിയ നിലയ്ക്കുള്ള പ്രസ്താവനകൾ നടത്തുകയാണ്. പാകിസ്ഥാനിൽ നിന്നും ഇപ്പോൾ അതിനകത്ത് പാകിസ്ഥാൻ വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളാണ് നൽകുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ പാകിസ്ഥാൻ ഇത്തരമൊരു ആക്രമണം നടന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ന്യൂസ് തിയേറ്ററിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചില നമുക്ക് പരിമിതമായ വിവരങ്ങളാണ് അക്കാര്യത്തിൽ കിട്ടിയിട്ടുള്ളത്. അവ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. 3 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കിത് പരിശോധിച്ചാൽ കാണാം. ഈ ഗ്വാളിയാറാണ് നമുക്ക് ഈ മാപ്പിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം. ഗ്വാളിയാർ മാർക്ക് ചെയ്യാൻ കാരണം ഗ്വാളിയാറിൽ നിന്നാണ് നമ്മുടെ വിമാനങ്ങൾ, മിറാഷ് വിമാനങ്ങളും ഗ്വാളിയാറിലെ സെൻറ്ററിൽ നിന്നാണ്, സ്റ്റേഷനിൽ നിന്നാണ് പുറപ്പെട്ടു പോയി ആക്രമണം നടത്തിയത്. ഇതിൽ ബാലാക്കോട്ട് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ടെറിട്ടറിയിലുള്ള മേഖലയിൽ, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം നടത്തിയത് എന്ന് വിചാരിക്കുന്നു. അവിടെ ഒന്നിലധികം ഭീകര ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നതാണ് സൈന്യം അറിയിക്കുന്നത്. ബാലാക്കോട്ടിലേക്ക് നോക്കണം, 1035 കിലോമീറ്ററുകൾ യാത്ര ചെയ്താണ് വളരെ വേഗത്തിലുള്ള ആക്രമണം നടത്തി സൈന്യത്തിൻ്റെ വിമാനങ്ങൾ മടങ്ങിപ്പോയത്. പുലർച്ചെ 3:45-നും 3:53-നും ഇടയിലാണ് ബാലാക്കോട്ടിൽ ആക്രമണം നടത്തിയത്. അതേസമയം നമുക്ക് ഈ എത്ര ദൂരം അകത്തേക്ക് പോയി എന്ന് കണക്കാക്കണമെങ്കിൽ നമ്മുടെ ഈ LOCയിൽ നിന്നുള്ള കിലോമീറ്റർ നോക്കാം. LOCയിൽ നിന്ന് 75 കിലോമീറ്റർ അകലെ, അതായത് ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് 75 കിലോമീറ്റർ അകലെയുള്ള, അതായത് പാകിസ്ഥാൻ അകത്തേക്കുള്ള പ്രദേശത്ത് പോയി ആക്രമണം നടത്തി മടങ്ങിപ്പോന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗ്വാളിയാറിൽ നിന്നാകെയുള്ള ദൂരം എന്ന് പറയുന്നത് 1000 കിലോമീറ്റർ വരും. സമയം LOCയിൽ നിന്ന് 70 കിലോമീറ്ററും. അടുത്തത് മുസാഫറാബാദാണ്. അവിടെയും ആക്രമണം നടത്തുകയും ഭീകര ക്യാമ്പുകൾക്ക് വിനാശം വിതയ്ക്കുകയും ചെയ്തുവെന്ന് സൈന്യം അറിയിക്കുന്നു. അവിടുത്തെ കിലോമീറ്റർ നോക്കാം, 1010 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഗ്വാളിയാറിൽ നിന്ന്, മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ നിന്ന് 1010 കിലോമീറ്റർ യാത്ര ചെയ്തു പോകുന്നു. ഈ പറയുന്ന അറ്റാക്ക് നടത്തുന്നു, തിരിച്ചു പോരുന്നു. അത് പുലർച്ചെ 3:48-നും 3:55-നും ഇടയിലുള്ള സമയത്താണ് ഈ ആക്രമണം നടത്തുന്നത്. വളരെ 120 കിലോമീറ്റർ താഴെ ദൂരം മാത്രമാണ് LOCയിൽ നിന്ന്, അതായത് നിയന്ത്രണ രേഖയിൽ നിന്ന് മുസാഫറാബാദിലേക്കുള്ളത്. അകത്തേക്കുള്ളത് 120 കിലോമീറ്റർ താഴെ കിലോമീറ്ററാണ് ഉള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിപ്രധാനമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് സൈന്യം. കാരണം അകത്തേക്ക് അവർക്ക് കൂടുതൽ ദൂരം അകത്തേക്ക് കടന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ കഴിഞ്ഞു എന്നതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്ക് അടുത്ത് നോക്കാം, ഗ്വാളിയാറിൽ നിന്ന് പോയിട്ടുള്ള പിന്നെ ചക്കോത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഗ്വാളിയാറിൽ നിന്ന് നല്ല ദൂരം, അതായത് 969 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് നമ്മുടെ പോർ വിമാനങ്ങൾ ചക്കോത്തി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുള്ളത്. രാവിലെ 3:58-നും 4:04-നും ഇടയിലുള്ള സമയത്താണ് അവിടെ അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. മിറാഷ് വിഭാഗത്തിൽപ്പെട്ട 12 വിമാനങ്ങൾ അതിൽ കടന്നിട്ടുണ്ട്. LOCയുമായി ബന്ധപ്പെട്ട് ചില പ്രാധാന്യ ഘടകങ്ങൾ ഇതിനകത്തുണ്ട്, പ്രധാന ഘടകങ്ങളുണ്ടെന്ന് കാരണം വളരെ പ്രധാനപ്പെട്ട നമ്മുടെ അതിർവരമ്പുകൾ കടന്നുപോയി യുദ്ധം ചെയ്യുക എന്നത് സാധാരണ നിലയിലൊരു അതിർത്തിയിലുണ്ടാകുന്ന തർക്കങ്ങളുടെ ഭാഗമായി കടക്കുന്നതല്ല. ഇത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോക്കാണ്. കാരണം 1971 ശേഷം ഒരുപക്ഷെ ഇത്രയധികം ഈ സുപ്രധാന അതിരുകൾ കടന്നുപോയിട്ടുള്ള ഒരാക്രമണം ഉണ്ടായിട്ടില്ല എന്നാണ് സൈനിക ചരിത്രം പറയുന്നത്. നമുക്ക് നോക്കാം,
അതിൽ തന്നെ അതിൻ്റെ വിവരങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LOC കടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 1971 ശേഷം ആദ്യമായാണ് ഈ LOC കടക്കുന്നത് എന്നാണ് നമുക്കതിൽ നിന്ന് ശരിയായി പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിയുക. കാർഗിൽ യുദ്ധസമയത്ത് പോലും ഈ വ്യോമ അതിർത്തി, ഈ വ്യോമ പരിധി ഉണ്ടല്ലോ, ആ പരിധി കടന്നുപോയി യുദ്ധം ചെയ്ത ചരിത്രമില്ല. ആ കാര്യത്തിൽ പോലും ആ പരിമിതമായ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള യുദ്ധമാണ് നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ കടക്കാൻ സൈന്യം തയ്യാറായിട്ടുള്ള. പക്ഷേ ഇത്തവണ അത് ചെയ്തു. അതിർത്തിക്കും ഏതാണ്ട് മൊത്തം ഒരു പരിധി നോക്കുകയാണെങ്കിൽ 50-100 കിലോമീറ്ററിൻ്റെ പരിധിയിൽ അകത്തേക്ക് കൂടുതൽ കടക്കാനും സൈന്യം ശ്രമിച്ചു, അല്ലെങ്കിൽ അവർക്കതിൽ കഴിഞ്ഞു എന്നാണ്. 1000 കിലോഗ്രാം ബോംബുകൾ ഇവിടെ വർഷിച്ചു എന്നാണ് നമുക്ക് സൈന്യം നൽകുന്ന വിവരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. വിവിധ സ്ഥലങ്ങളിലായി 1000 കിലോഗ്രാം വളരെ പ്രധാനപ്പെട്ട ലേസർ ഗൈഡഡ് ബോംബുകളാണെന്നാണ് സൈന്യം പറയുന്നത്. അത് ലേസർ ഗൈഡ് എന്ന് പറയുമ്പോൾ മിറാഷിന് വേണ്ടി, മിറാഷ് പോലുള്ള വളരെ അറ്റാക്കിംഗ് സ്വഭാവമുള്ള വിമാനങ്ങൾക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്ത ഒന്നാണ്. അത് വളരെ കൃത്യതയോടെ വർഷിക്കാൻ കഴിയുന്ന വളരെ എന്താ പറയുക, പ്രഹരശേഷി കൂടിയ ബോംബുകളാണ്. അത് തടുക്കുകയും പ്രയാസമുള്ള ഒന്നാണ്. അപ്പോൾ ലേസർ ഗൈഡഡ് ആയിട്ടുള്ള വളരെ കൃത്യമായ പോയിന്റിലേക്ക് വർഷിക്കാൻ കഴിയുന്ന ബോംബുകളാണ് ഉപയോഗിച്ചത് എന്ന് സൈന്യം അറിയിക്കുന്നു. പാകിസ്ഥാൻ്റെ മുന്നറിയിപ്പിനെ ഇത്തവണ വകവയ്ക്കാതെ അകത്തേക്ക് കടന്നു എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഏതെങ്കിലും തരത്തിലൊരു പ്രൊവൊക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ആക്രമണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കും, യുദ്ധം പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തുകയൊന്നും വേണ്ടെന്ന് പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. പക്ഷേ അതൊരു നിലയ്ക്കും പരിഗണിക്കാതെ പാകിസ്ഥാൻ്റെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് അവരുടെ ഭീഷണിയോ മുന്നറിയിപ്പിനെ വകവയ്ക്കാതെ ഇന്ത്യൻ സൈന്യം പോവുകയും ഒരു പ്രദേശത്ത് ആക്രമണം നടത്തി മടങ്ങുകയും ചെയ്തു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അന്താരാഷ്ട്ര സമൂഹം ഒന്നാകെ ഈ ആക്രമണത്തിൻ്റെ അല്ലെങ്കിൽ കടന്നുപോയതിനെ സ്ഥിരീകരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാകിസ്ഥാൻ തന്നെ ആ കാര്യത്തിലുള്ള സ്ഥിരീകരണം നൽകിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ നമുക്കതിൽ മറ്റ് ആശയക്കുഴപ്പങ്ങളുടെ ഒന്നും ഒരു വ്യക്തത കുറവ് അന്താരാഷ്ട്ര സമൂഹത്തിന് ഉണ്ടാവാനും ഇടയില്ല. ഓക്കെ, ഈ നിയന്ത്രണ രേഖയുടെ കാര്യം പെട്ടെന്ന് നോക്കിയാൽ അതിർത്തിയിലെ നിയന്ത്രിത രേഖ എന്ന് പറഞ്ഞാൽ അത് സൈനികമായ നിയന്ത്രിത രേഖയാണ്. സൈനിക നിയന്ത്രിത രേഖ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ മാത്രമുള്ള ഒന്ന്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് ആ സവിശേഷ സ്വഭാവമുള്ള ബന്ധം നിലനിൽക്കുന്ന രാജ്യം എന്നതിലേക്ക് 1972 ഷിംല കരാറിലൂടെ നിലവിൽ വന്നിട്ടുള്ള രേഖയാണത്. അവിടെ പ്രത്യേകിച്ച് ഒരു സൈനിക വിന്യാസമുള്ള ഒരു മേഖല എന്നതിനെ പറയാൻ കഴിയില്ല. വലിയ കമ്പിവേലികളോ അല്ലെങ്കിൽ വലിയ സൈനിക വിന്യാസമുള്ളതൊന്നുമല്ല. അത് ഷിംല കരാറിലൂടെ സ്ഥാപിക്കപ്പെട്ട ഒരു സീസ് ഫയർ ഏരിയ, വെടിനിർത്തൽ മേഖലയായി കാണാം എന്നതാണ്. കശ്മീരിൽ മാത്രമുള്ളതെന്ന് പറയുമ്പോൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മാത്രം സവിശേഷമായി രൂപീകരിക്കപ്പെട്ട, നിയന്ത്രിക്കപ്പെട്ട ഒരു രേഖ എന്ന നിലയ്ക്കാണ് അതിനെ നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ജനറലായി നമ്മൾ പറഞ്ഞു. രാവിലെ മുതൽ ഈ കാര്യത്തിൽ നമ്മൾ വളരെ വിശദമായി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട റോൾ നിർവഹിച്ചത് മിറാഷ് യുദ്ധവിമാനങ്ങളാണ് എന്ന്. മിറാഷ് യുദ്ധവിമാനം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി വർത്തിക്കുന്ന വിമാനങ്ങളാണ് മിറാഷ് യുദ്ധവിമാനങ്ങൾ. ഇനിയൊരു 2030 വരെയുള്ള സമയത്തേക്കെങ്കിലും ഇവിടെ സർവീസിലുണ്ടാകുമെന്ന് വിചാരിക്കുന്ന വിമാനങ്ങളാണ്, പുറത്തുനിന്ന് വാങ്ങിയ വിമാനങ്ങളാണ്. അപ്പോൾ ഈ ദൗത്യത്തിൽ 12 യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തു. നമുക്ക് അവയെ കൂടി പരിശോധിക്കണം. 12 യുദ്ധവിമാനങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതാണ് നമുക്കിനി പരിശോധിക്കാനുള്ള കാര്യം. മിറാഷ് യുദ്ധവിമാനങ്ങൾ, ഇതാണ് മിറാഷ് യുദ്ധവിമാനത്തിൻ്റെ ഒരു മോഡൽ ഇന്ത്യ ഉപയോഗിക്കുന്നത്. ഇന്ത്യ ഇതിനിട്ടിരിക്കുന്ന പേര് മിറാഷിൻ്റെ 2000 എന്നാണ് ഇതിൻ്റെ മോഡൽ. ഈ 2000-ൻ്റെ നമ്മൾ ഇട്ടിരിക്കുന്ന പേര് വജ്ര എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം. ഈ കളർ നമ്മൾ ഉപയോഗിക്കുന്ന കളർ ഇതല്ല, ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഒരു പരിമിതിയാണത്. അത് ഒരു ഫ്രഞ്ച് നിർമ്മിത പോർ വിമാനമാണ് എന്ന് കൂടി മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഈ റഫാൽ വലിയ വിലയ്ക്ക് വാങ്ങിക്കാൻ പോകുന്നതും ഫ്രാൻസിൽ നിന്നാണ്. ദസോ ഏവിയേഷൻ എന്ന കമ്പനിയാണ് ഈ മിറാഷ് നിർമ്മിക്കുന്നത്. ശ്രദ്ധിക്കുക, ദസോ ഏവിയേഷനാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദം നമ്മുടെ നാട്ടിൽ കൊടുമ്പിരി കൊള്ളുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെട്ട ഒരു പേരാണ് ദസോ ഏവിയേഷൻ. 1984 ഒരു 34 വർഷം മുൻപാണ് സത്യത്തിൽ കമ്പനി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഈ വിമാനം. അന്നത്തെ എനിക്ക് തോന്നുന്നു F-16, F-18 പോലെയുള്ള അമേരിക്കൻ യുദ്ധവിമാനങ്ങളോട് കിടപിടിക്കാൻ ശേഷിയുള്ള വിമാനങ്ങളാണിവ. പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ F-16 F-18 അമേരിക്കയിൽ സ്വന്തമാക്കുന്ന ഘട്ടത്തിൽ അതിനെ കടന്ന് ചിന്തിക്കുക എന്നതിൻ്റെ അപ്പുറം പോവുക എന്നതിൻ്റെ ഉദ്ദേശത്തിൽ തന്നെ മിറാഷ് നമ്മൾ കൂടുതലായി വാങ്ങിക്കാൻ ശ്രദ്ധിച്ചിരുന്നതാണ്. അത് നേരത്തെ US പോർ വിമാനങ്ങളോട് കിടപിടിക്കും. US-ൻ്റെ ഒരു 16-18 F-16 F-18 വിമാനങ്ങളോട് കിടപിടിക്കാൻ ശേഷിയുള്ളവയാണ് ഈ മിറാഷ് എന്നാണ് സൈനിക വൃത്തങ്ങളിലുള്ളവർ പറയുന്ന കാര്യം. അതിവേഗ വെടിവെപ്പിനുള്ള ശേഷി ഇതിനുണ്ട് എന്നാണ്. അതായത് വെടിവെപ്പിനുള്ള ശേഷി എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോയാൽ അതിനകത്ത് അറ്റ് എ ടൈം, അതായത് ഒരു മിനിറ്റിൽ 1200 റൗണ്ട് വരെ വെടിയുതിർക്കാനുള്ള ശേഷി മിറാഷ് യുദ്ധവിമാനങ്ങൾക്കുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ട കാര്യം. അത് 1200 മുതൽ 1800 വരെ റൗണ്ട് വെടിവെക്കാനുള്ള ശേഷി, അത് എസ്കലേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കാനൺസ് ഉള്ള വിമാനമാണ് ഈ പറയുന്ന മിറാഷ് യുദ്ധവിമാനങ്ങൾ. 6300 കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട് എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ, മിസൈലുകൾ എന്നിവ വഹിക്കാൻ ശേഷിയുണ്ട്. 14.36 മീറ്ററാണ് നീളം,
5.2 2.0 മീറ്റർ ഉയരവും. അതാണ് മിറാഷിൻ്റെ ഒരു രൂപത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത്. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ വലിയ വിജയം നേടിയിട്ടുള്ള കാർഗിൽ യുദ്ധത്തിൽ നിർണായകമായ പങ്കാളിത്തം വഹിച്ച ഒരു ഫൈറ്റർ ജെറ്റ് കൂടിയാണ് മിറാഷ് 2000 എന്ന് കാണാം. അതിനുശേഷം ഒരുപക്ഷെ ഇപ്പോഴാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ, പാകിസ്ഥാനുമായിട്ടുള്ള ഒരു തർക്കത്തിൽ ഒരു പ്രധാനപ്പെട്ട റോൾ മിറാഷ് വഹിക്കുന്നത് എന്നുകൂടി നമുക്ക് കാണാവുന്നതാണ്. ഇന്ത്യക്കാകെ 44 മിറാഷ് വിമാനങ്ങളുണ്ട്. 1984 മുതലാണ് നമ്മളത് നേടിത്തുടങ്ങിയത്. അപ്പോൾ ഇനിയിപ്പോൾ 2030 വരെ ഭൂരിപക്ഷം വിമാനങ്ങളും 2030 വരെ സർവീസിലുണ്ടാവും. അതിനുശേഷം മിറാഷ് ഡീകമ്മീഷൻ ചെയ്യേണ്ടി വരും. ഒരു 10-11 കൊല്ലം കൂടി മാത്രമേ മിറാഷിന് സർവീസുള്ളൂ. 84 മുതൽ ഇങ്ങോട്ട് സർവീസിലുള്ള വിമാനങ്ങളായതുകൊണ്ട് തന്നെ അതിനധികം കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ആയുധങ്ങളുമായി ബന്ധപ്പെട്ട മത്സരം വളരെ ശക്തമായി നിൽക്കുന്ന ഒരു ഘട്ടമായതുകൊണ്ട് തന്നെ പുതിയ വിമാനങ്ങൾ, റഫാൽ പോലെയുള്ള വിമാനങ്ങളിലേക്ക് ഇന്ത്യയുടെ ചിന്ത പോകുന്നത് പക്ഷേ അതുകൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും പുൽവാമ ആക്രമണത്തിൽ 42 പോലീസുകാരെയാണ് ഇന്ത്യക്ക് നഷ്ടമായത്. അതിനുള്ള മറുപടിയിൽ ഇതൊരു പ്രധാനപ്പെട്ട പങ്കാളിത്തം വഹിച്ചു വിമാനമെന്നാണ് നേരത്തെ പറഞ്ഞ ചില ഇൻഫർമേഷൻസാണ് ഇപ്പോൾ വന്നത്. അതായത് വജ്ര എന്നതാണ് ഇതിൻ്റെ ഇന്ത്യ നൽകിയിട്ടുള്ള പേര്. മിറാഷ് എന്ന പേരിലാണ് കമ്പനി ഈ പ്രോഡക്റ്റ് അവതരിപ്പിക്കുന്നത്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടി നൽകാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും കരുത്തുറ്റ ഭാഷയിലുള്ള മറുപടി നൽകിയിരിക്കുന്നു. പാകിസ്ഥാൻ അവിടെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തെ സ്ഥിരീകരിച്ച് രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ഏറ്റവും ജാഗ്രതയോടെയുള്ള സമീപനം സ്വീകരിച്ചു പോകാനാണ് സൈന്യത്തിന്, എല്ലാ മേഖലയിലുമുള്ള സൈന്യത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളും സൈന്യത്തിനൊപ്പം ഇക്കാര്യത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്.